കേരളത്തിലെ മെജോറിറ്റി വീടുകൾക്കും പണിത് കഴിയുമ്പോൾ ട്രസ് ഇല്ലെങ്കിലും ചിലപ്പോൾ 1-2 മഴക്കാലം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വേനൽക്കാലം കഴിയുമ്പോഴേക്കും ട്രസ് വർക്ക് വരും. അപ്പം ഇതിലെ മർമ്മപ്രധാനമായ ചോദ്യം, ട്രസ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, എന്താണ് ഒരാൾ നേടുന്നത് ട്രസ് വർക്ക് ചെയ്യുന്നത് വഴി എന്നുള്ളതാണ്. എന്നോടിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്സാപ്പിൽ എന്തൊക്കെ ലിസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു 10 ലിസ്റ്റ് എങ്കിലും എനിക്ക് അയച്ചു തരാൻ പറ്റും. അത്ര അധികം റൂഫിംഗ് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. വീടെന്ന സ്വപ്നത്തിൻ്റെ ടൈം വീണ്ടും രേണുകാമ്മേനെ നമ്മൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ. അപ്പോൾ നമ്മൾ രേണുകാമ്മയുടെ വീടിൻ്റെ മേളിലേക്കുള്ള വർക്കാണല്ലോ, അതെ, അവിടെ ട്രസ് വർക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകതയും അതുപോലെ തന്നെ ഇത് ഒരു പക്ഷേ ട്രസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുക. കാര്യം ഞാൻ ഈ സാധനത്തിനോട് ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മുതലേ ഉള്ള ഒരാളാണല്ലോ. പക്ഷെ അന്ന് ആക്ച്വലി ഇതില്ലായിരുന്നു അല്ലേ? അതെ അതെ. പിന്നീടുള്ളൊരു ഓപ്ഷനിലാണ് ഇതും സോളാറും കൂടെ വെക്കാം എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു. കേരളത്തിലെ മെജോറിറ്റി വീടുകൾക്കും പണിത് കഴിയുമ്പോൾ ട്രസ് ഇല്ലെങ്കിലും ചിലപ്പോൾ 1-2 മഴക്കാലം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വേനൽക്കാലം കഴിയുമ്പോഴേക്കും ട്രസ് വർക്ക് വരുന്നുണ്ട്. അതായത് എനിക്കതിൽ സങ്കടകരമായി ഞാൻ എപ്പോഴും നോക്കുന്നത്, ഭൂരിഭാഗം വീടുകൾക്കും ട്രസ് ഇല്ലാത്തതാണ് ഭംഗി. അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ആർക്കിടെക്ട് പറഞ്ഞനുസരിച്ച് എല്ലാം മനോഹരമായി ചെയ്തിട്ട് പിന്നീട് വന്നു കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു ട്രസ് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഭംഗി മാറ്റിക്കളയുന്നു. നല്ലതോ ചീത്തയോ ഓരോ ആപേക്ഷികമാണ്, പക്ഷെ മാറ്റിക്കളയുന്നു. അപ്പം എനിക്കത് എപ്പോഴും ചിന്തിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നതിന് പകരം ആദ്യമേ ഇത് ചെയ്തിരുന്നെങ്കിൽ എന്ന്. വീട് വെക്കുന്ന സമയത്ത് തന്നെ. അതെ. അപ്പം ഇതിലെ മർമ്മപ്രധാനമായ ചോദ്യം, ട്രസ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, എന്താണ് ഒരാൾ നേടുന്നത് ട്രസ് വർക്ക് ചെയ്യുന്നത് വഴി എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര മഴയുള്ള ഒരു ക്ലൈമറ്റാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, ഒരു വർഷം ലഭിക്കുന്ന ടോട്ടൽ മഴയുടെ ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമുക്കൊരു വലിയ ഭാഗ്യമാണ് ഇത്രയും മഴ വരുന്നത്. നമ്മുടെ ഈ പച്ചപ്പും ഹരിതാപവും എല്ലാം അത് കണ്ടാണ്. അപ്പോൾ വീടിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതെന്ന് പറയുന്നിടത്തോളം പ്രശ്നമുള്ള സാധനം വേറെ ഇല്ല. ട്രസ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവായി കിട്ടും. വെള്ളം ഒലിച്ചങ്ങ് നാച്ചുറലി അവനെ അങ്ങ് ഒലിച്ച് ഏതെങ്കിലും, അല്ലെങ്കിൽ ഈ ട്രസ്സിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടാണ്, അല്ലെങ്കിൽ അവൻ ഒലിച്ചു പോവുകയും കോൺക്രീറ്റ് സ്ലാബിലേക്കോ ഫ്ലാറ്റ് ടെറസിലേക്കോ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരാതിരിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു കാര്യം, പലപ്പോഴും ആൾക്കാർ ട്രസ് എടുക്കുന്നതിൻ്റെ പുറകിലുള്ള മെയിൻ റീസൺ ഈ പറഞ്ഞ വെള്ളം ചോരുന്ന ഒരു ഇഷ്യൂ പെർമനൻ്റ്ലി അവർക്ക് അവോയ്ഡ് ചെയ്യാലോ എന്നുള്ള ഒരു പോയിന്റാണ്, പോയിന്റ് നമ്പർ 1. രണ്ടാമത് ആൾക്കാർ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? ഇതുപോലെ തുണി വിരിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്ഥലക്കുറവുണ്ട്, അപ്പോൾ ഈ സ്പേസ് എടുക്കാം. പലരും വാഷിംഗ് മെഷീൻ, ഇവിടെ തന്നെയാണെങ്കിലും അങ്ങനെ വാഷിംഗ് മെഷീൻ മേളിക്കൊണ്ടേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഈ താഴേന്ന് തുണിയൊക്കെ എടുത്ത് മേളിക്കൊണ്ടുവന്ന് ഇവിടെ വിരിച്ചിടുന്നതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടില്ല എന്ന് ചോദിക്കുമ്പോഴും ആൾക്കാർ ആലോചിക്കുന്നത് അത് എക്സ്ക്ലൂസീവ്ലി അതിന് വേണ്ടി ഒരു സ്പേസ് കിട്ടുവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിൻ്റെ ആവശ്യകത വരുമ്പോൾ ആൾക്കാർ ട്രസ് ചെയ്യാറുണ്ട്. പിന്നെ ജനറലി വേനൽക്കാലത്ത് ഈ മേളിലുള്ള നിലയുടെ ചൂട് ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി ഞാൻ എപ്പോഴും കോൺക്രീറ്റിനെ കുറിച്ച് പറയാറുള്ളതാണ്, നമ്മൾ ഈ ടെമ്പറേച്ചർ അകത്തോട്ട് വലിച്ച് വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റുന്ന ഒരു സാധനമാണ് കോൺക്രീറ്റ്. അപ്പോൾ ഈ കോൺക്രീറ്റ് റൂഫ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് കാര്യമായിട്ടൊന്ന് കുറയ്ക്കാൻ പറ്റും ഈ ട്രസ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും. കാരണം ചൂട് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ ട്രസ് വർക്ക് ചെയ്ത് തന്നെ പോകും. ട്രസ്സിനും സ്ലാബിനും ഇടയ്ക്കുള്ള ഏരിയ നല്ല ചൂടായിരിക്കും. അതിൻ്റെ ഒരു റിഫ്ലക്റ്റീവ് ഹീറ്റ് മാത്രമേ താഴേക്ക് സ്ലാബിൽ കൂടെ ഇറങ്ങുള്ളൂ. അപ്പോൾ ട്രസ് വരുന്ന വഴി ചൂട് എന്താണെങ്കിലും കുറയും. ഈ മെറ്റൽ റൂഫിന് പകരം വേറെ എന്തെങ്കിലും റൂഫ് ഓടൊക്കെ ആണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് തന്നെ നമ്മുടെ കുടുക്കയുടെ ഇതുണ്ട് സ്റ്റോൺ, അതെനിക്കറിയില്ല, പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. പക്ഷേ ഇതും ഇന്നത്തെ ആക്ച്വലി വീഡിയോയിൽ പറയാനുള്ളത്, അതായത് നമ്മൾ ട്രസ് വർക്ക് എന്ന് പറയുമ്പോൾ ജനറലി ആൾക്കാർ ചിന്തിക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ഉണ്ട്. അതല്ല, ഇന്നിപ്പോൾ കുടുക്കിയുടെ ആയിക്കോട്ടെ, എന്നോടിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്സാപ്പിൽ എന്തൊക്കെ ലിസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു 10 ലിസ്റ്റ് എങ്കിലും എനിക്ക് അയച്ചു തരാൻ പറ്റും. അത്ര അധികം റൂഫിംഗ് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്.
ബ്രാൻഡുകളുടെ പേര് ഞാൻ പറയാനുള്ള, പക്ഷേ അത്ര അധികം റൂഫിംഗ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇതിൽ കുറേയൊക്കെ ട്രൈ ചെയ്യാനുള്ളൊരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാരുടെ ജനറൽ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട് അല്ലെങ്കിൽ ഏറ്റവും കൂടി പോയാൽ വേറൊരു മെറ്റീരിയൽ, എന്താ ഷിംഗിൾസ്, ഇങ്ങനെയൊക്കെ മാത്രമേ ആൾക്കാർ ചിന്തിക്കാറുള്ളൂ. പക്ഷെ അതല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള 100,000 റൂഫിംഗ് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ വീടിൻ്റെ മോടി കൂട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ചേരുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ട്രസ് വർക്കിൻ്റെ ആവശ്യകത ഞാനിപ്പോൾ പറഞ്ഞു. ഇനി ഈ വീടിന് എന്തുകൊണ്ട് ട്രസ് വന്നു? ഇപ്പോൾ അത് പറഞ്ഞു ആദ്യം വന്നപ്പോൾ ഇത് ഉണ്ടായിരുന്നില്ല, ശരിയാണ്. പക്ഷേ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ രണ്ടാമത് നമ്മൾ ട്രസ് ചെയ്യാമെന്നുണ്ടായ തീരുമാനത്തിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പലയിടത്തും വെള്ളം അകത്തോട്ട് ചോരുന്നുണ്ടായിരുന്നു. ഈ വീടിന് ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. വെള്ളം പല സ്ഥലത്തും ചോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തതിൽ വന്ന പിഴവായിരിക്കാം, വേറെ പല കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇത് മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ചിലവും ട്രസ് വർക്കിൻ്റെ ഒരു ചിലവും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ യൂട്ടിലിറ്റി, പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ താമസിക്കാൻ പോകുന്ന മേളിലത്തെ നിലയാണ്. കാരണം ഇവരിവിടെ താമസിക്കുന്നത്, താഴെ വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൊണ്ടും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ട്രസ് വർക്കിന് വേണ്ടി മുടക്കുന്ന അധിക ചിലവ് അധികം ഇല്ലായിരുന്നു. മനസ്സിലായി. വാട്ടർ പ്രൂഫിങ്ങും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നോക്കിയപ്പോൾ ട്രസ് വർക്ക് ചെയ്യുന്നത് നല്ലതെന്ന് അങ്ങനെ ക്ലയൻ്റ് ആ ഒരു തീരുമാനം, രേണുകാമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് ഇത് ട്രസ് വർക്ക് വന്നത്. അപ്പോൾ എൻ്റെ തിങ്കിങ്, ഇത് പലരും ട്രസ് ആലോചിക്കുന്നവർക്കുള്ള തിങ്കിങ് ഞാൻ ഒന്നുകൂടെയും പറയാം. നമ്മൾ ഫ്ലാറ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്യണം, മൊത്തം റെയിൻ വാട്ടർ ഡൗൺ ടേക്ക് എടുക്കണം. അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ചിലവുകളുണ്ട്. ഈ ചിലവുകളും ട്രസ്സിന്റെ ചിലവുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് എന്ത് മാത്രമാണോ, ആ ഡിഫറൻസ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ട്രസ്സിലേക്ക് പോയാൽ കുറേ തലവേദനകൾ നമുക്ക് ഉപയോഗിക്കാം. വേറെ പല ഇതുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് നിയമപ്രകാരം വേറൊരു വലിയ ഗുണം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക്. ഈ എന്താ ചോദിച്ചാൽ ഞാൻ ചോദിക്കാം, അതായത് ഞാൻ ബുദ്ധിമാനാണ് നിങ്ങൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതിന് നിയമപരമായിട്ട് പെർമിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് എടുക്കണം. അപ്പോൾ ട്രസ് വർക്ക് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു പെർമിഷൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ ബുദ്ധിമാനല്ലേ? അതായത് ട്രസ് വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ട്രസ് വർക്ക് അത് റീസെൻ്റ്ലി എക്സെപ്റ്റ് ചെയ്തു. 2019 തോന്നുന്നു അത് എക്സെപ്റ്റ് ചെയ്തു. അതായത് നിയമപ്രകാരം നിങ്ങൾക്ക് ട്രസ് പണിയാം, ഈ സ്പേസ് കൂടെ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. പെർമിഷൻ എടുക്കണോ വേണ്ടെന്നുള്ളതല്ല, ഇത് ടാക്സിന്റെ ലിമിറ്റിൽ വരില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് താഴെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ആണ് വീട്, ഈ ട്രസ് വർക്കും കൂടെ ചെയ്ത് കഴിയുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റും കൂടെ കൂടുമെങ്കിൽ നിങ്ങൾ ടാക്സ് 3000 സ്ക്വയർ ഫീറ്റിന് അടയ്ക്കണം. 3000 മേലെയാണെങ്കിൽ ലക്ഷറി ടാക്സ് അടയ്ക്കണം. അത് ഈ ഏരിയ അതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല. മനസ്സിലായി. കാരണം ഇതിനെ യൂസബിൾ സ്പേസ് ആയിട്ടല്ല കാണുന്നത്. പണ്ട് അങ്ങനെയായിരുന്നില്ല, അത് യൂസബിൾ സ്പേസ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇന്നിപ്പോ അത് മാറ്റി. അതൊരു വലിയ അനുഗ്രഹമാണ്. നിങ്ങളിപ്പോ ഇവിടെ ഭിത്തി വെച്ച് കെട്ടുവോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവനെ എൻക്ലോസ് ചെയ്യോ? അടുത്ത ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്താ ചെയ്തെന്നറിയോ? എന്റെ ആദ്യത്തെ ഓഫീസിൽ നിങ്ങൾ വന്നില്ലേ വീടിന്റെ മേളിൽ, അപ്പൊ ഇങ്ങനെ ഒരു ഇതേപോലെ ട്രസ് വർക്ക് ചെയ്ത സ്ഥലമായിരുന്നു. അപ്പൊ ഒരു പെട്ടെന്ന് ഒരു ആലോചന വന്നു. ഞങ്ങൾ ഇപ്പോഴുള്ള ഓഫീസല്ല, ഇതിന് മുന്നിലുള്ള ഓഫീസ് ഒരു റൂമായിരുന്നു. അവിടെ നിന്ന് മാറി എന്നാൽ വീടിൻ്റെ മേലിലേക്ക് വരാമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു സ്പേസ് കണ്ടത് വീടിൻ്റെ മേളിലായിരുന്നു. അപ്പോൾ ഇതേപോലെ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഭിത്തിയൊക്കെ കെട്ടി, അന്ന് നമുക്ക് അൻസാർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു അസോസിയേറ്റ് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ ബ്രിക്വായിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ഭിത്തി കെട്ടി. അതിന് അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. യെസ്, ഡ്രസ്സിന് താഴെയാണോ പെർമിഷനും എടുക്കണം. പെർമിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതിൽ എന്ത് തന്നെയാണെങ്കിലും ആ സ്പേസ് നിങ്ങൾ ഒരു ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുന്ന സ്പേസ് ആയി മാറി. അപ്പോൾ അത് നിയമത്തിന്റെ പരിധിയിൽ വരും എന്താണെങ്കിലും. മനസ്സിലായി. ഈ ശരിക്കും പറഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് നിയമം മാറിയെന്നുള്ള അറ്റ്ലീസ്റ്റ് സ്പിരിറ്റിൽ അത് മാറുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർ റൂഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ട്രസ് ചെയ്ത് തുടങ്ങിയത്. അതിനെയും കൂടെ യൂസബിൾ സ്പേസ് അല്ലാണ്ട് ഇതിൽ വരണം എന്ന് പറഞ്ഞാൽ ന്യായമല്ലല്ലോ. ഇത് ന്യായമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ സ്പേസ് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്താൽ നിയമത്തിന്റെ ഉള്ളിൽ വരും, അതല്ലെങ്കിൽ അത് വരില്ല. അത് അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിന്ന് മനസ്സിലാക്കുന്നത്, ഇപ്പം എന്തായാലും നമ്മുടെ ആളുകളുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഫ്ലാറ്റ് ഇതാണ് അല്ല. നമ്മുടെ ഒറിജിനൽ കൾച്ചർ അല്ലെങ്കിൽ ഒരു 100-400 കൊല്ലം മുന്നേറ്റുള്ള കൾച്ചറിൽ ഇൻക്ലൈൻഡ് റൂഫ് ആയിരുന്നു. കാരണം നമ്മുടെ പലപ്പോഴും നമ്മുടെ പൂർവികർക്ക് നമ്മളെ വിവരം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ പോകണം, എപ്പോഴും ഒലിച്ചു പോകുമായിരുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലായത്, ഇപ്പം രേണുകാമ്മയുടെ വീട്ടിൽ ഇവിടെയാണെങ്കിൽ തന്നെ പോലും ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്താൽ മാത്രമാണ് ചോർച്ച നിൽക്കുകയുള്ളൂ.
അല്ലേ? അതെ, ഒരു പരിധി വരെ. അപ്പോൾ ഇത് ഒരുപാട് നാളായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണ്. അതെ. അപ്പോൾ രേണുകാമ്മ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ട്രസ് വർക്കുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ ചിലപ്പോൾ 2-3 ലക്ഷം ഡിഫറൻസ് വന്നേക്കാം. അത്രയും ഉണ്ടായിരുന്നില്ല ഡിഫറൻസ്. ഞാനാണ് ആ ഡിഫറൻസ് എടുത്തു കൊടുത്തത്. 1,20,000 രൂപയാണ് ഡിഫറൻസ് വന്നത്. അപ്പൊ അവരത് സന്തോഷപൂർവ്വം 1,20,000 സ്പെൻഡ് ചെയ്ത് അവർക്ക് വലിയ സ്പേസ് ഉപയോഗിക്കാനും പറ്റും, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനും ആണ് അല്ലേ? നാളെ വേണമെങ്കിൽ അവർക്ക് ഇത് കെട്ടി വേണമെങ്കിൽ അഡീഷണൽ എക്സ്ട്രാ റൂം ആക്കി മാറ്റാൻ ചെയ്യാം. അന്നേരം അത് നിയമത്തിന്റെ പരിധിയിൽ വരും. അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മളെന്തായാലും വീടുന്ന സ്വപ്നത്തിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീട് വെക്കുന്ന ആളുകൾ, റിനോവേറ്റ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഇന്റീരിയറിന്റെ ഒരു പുതിയൊരു എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അത് ചെയ്യാം. അതിന് മുന്നേ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുന്നേ ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇപ്പം നമുക്ക് വീട് കുറേ പേര് ഇപ്പോൾ ഇലക്ട്രിക് കാർ ഉപയോഗിച്ച് തുടങ്ങി, മറ്റു പല കാര്യങ്ങളും, പിന്നെ ഗവൺമെന്റിൽ നിന്ന് പലയിടത്തും എക്സെപ്ഷൻസും അങ്ങനെ പല ബെനിഫിറ്റ്സും ഉണ്ട് സോളാറിലേക്ക് വരുമ്പോൾ. അപ്പോൾ പലപ്പോഴും ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 75% ക്ലയൻസും സോളാറിനെ കുറിച്ച് അവെയർ ആവാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ട്രസ് വർക്ക് ചെയ്യുന്നതിന്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ സാധനം അതാണ്. എനിക്ക് ഇത് നേരത്തെ പറയണമെന്ന് തോന്നി, പക്ഷെ എന്നിരുന്നാലും കൺക്ലൂസിംഗിലെങ്കിലും പറയണമല്ലോ. ഈ ട്രസ് വർക്ക് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ സോളാറിൽ നിന്നൊരു സ്കീം എടുക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സോളാറിന്റെ ഒരു കമ്പനിയാണല്ലോ നിങ്ങൾ സമീപിക്കുക. അതെ, അവരെ നിങ്ങൾ സമീപിച്ച് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു സ്കീം എടുത്തതിന് ശേഷം മാത്രമേ ട്രസ് വർക്കുകാരനുമായിട്ട് നിങ്ങൾ കോൺട്രാക്റ്റിൽ കിടക്കാവുള്ളൂ. ഓക്കെ ഓക്കെ. കാരണം സോളാർ വെക്കണമെങ്കിലോ അല്ലേ? സോളാർ വെക്കണമെങ്കിലോ എന്നല്ല, സോളാർ വെക്കാവുന്ന അതിൻ്റെ ഒപ്റ്റിമം പെർഫോമൻസിന് അതിന് വെക്കേണ്ട ലൊക്കേഷൻ ഉണ്ട്, അതിന് വേണ്ട സൈസ് ഉണ്ട്. ഇത്രയും ഏരിയയിൽ നമുക്ക് ട്രസ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ട്രസ്സിന്റെ മേളിൽ ചെയ്യുന്ന വേറെ ഓപ്ഷനിലേക്ക് നമ്മൾ ആലോചിക്കണം. ഇത് എന്ത് തന്നെയാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഒരു ആലോചന നമുക്ക് പോയിട്ട് ട്രസ് വെക്കാവൂ. അതല്ലാതെ നാളെ ഡ്രസ് വർക്ക് ചെയ്യുന്നവരത് കൊട്ടേഷൻ എടുത്തിട്ട് പണി എടുത്തിട്ട് അയ്യോ സോളാർ വെക്കണം, ഇത് മുറിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണ്. കാരണം പണിയെടുത്തവന് നമുക്ക് കാശ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലാവും. അപ്പോൾ എന്തായാലും നല്ലൊരു പോയിന്റ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ രേണുകാമ്മ വീട്ടിൽ സോളാർ ഉണ്ട്. സോളാറുണ്ട്. അപ്പോൾ അതിനുള്ള വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലാനിങ് കഴിഞ്ഞിട്ടാണ് ഈ ട്രസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം. വിടുന്ന സ്വപ്നം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ചില സമയങ്ങളിൽ വരുന്ന ചില ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ചില എപ്പിസോഡുകൾ പറ്റാതെ. പക്ഷേ വിടുന്ന സ്വപ്നം ഒരിക്കലും നിർത്തില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അവനെ കൊണ്ട് വീട് വെപ്പിച്ചോളൂ. ഇപ്പം എനിക്ക് തോന്നുന്ന അറൗണ്ട് ഞാൻ പറയാം, നിങ്ങൾ പറയണ്ട, നമ്മുടെ എപ്പിസോഡുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പല ആളുകളും എന്നെ വിളിച്ച് പവൻ്റെ നമ്പർ ചോദിച്ച് വീടുകൾ വെപ്പിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ കമ്മീഷൻ തരാമെന്ന് പറയുന്നുണ്ട്. തരുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. കുറച്ച് തമാശ കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷം. എല്ലാവിധ ആശംസകളും. നായകനാണ്. വീണ്ടും കാണാം. ബൈ.